കുച്ചാനല്ല അമ്മ, ഇത് തണുപ്പിക്കണം. അവിടെ ഇല്ല, നമുക്ക് ഫ്രീസറിൽ വെക്കണം. അന്നെ സമ്മതിക്കണം കേട്ടോ, ഈ കുട്ടീനെ ഇട്ടിട്ട് ജോലിക്ക് പോകണേൽ. അത് ഒരു സമയത്ത് നമ്മൾ ഈ ചോദ്യം കേൾക്കുവേ. അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ നീ എന്തുകൊണ്ട് നിൻ്റെ കരിയർ ശ്രദ്ധിച്ചില്ല? അപ്പം നമ്മളമ്മമാർ പറയും, ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുമായിരുന്നു, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലേ. നമ്മൾ പല റോൾസും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഭാര്യയുടെ, അമ്മയുടെ, ഫ്രണ്ടിൻ്റെ, സിസ്റ്ററിൻ്റെ, മകളുടെ ഒക്കെ ഓരോ റോളും നമ്മൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ ലൈഫ് ഒരു ഹാപ്പി മൊമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിലി നമ്മൾ കൊണ്ടുപോകുക എന്ന് പറയണത്. അത് എല്ലായ്പ്പോഴും 100% ആരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നമ്മളുടെ ഗോൾസുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അലൈനായി പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതിന് കുറച്ച് ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവരൊന്ന് ഇൻവോൾവ് ചെയ്ത് നോക്കിയേ, ആ ഭക്ഷണം കഴിക്കാൻ അവർക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, അവരും ഇൻവോൾവ് ആയതല്ലേ, അവരും കൂടി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അത്. അപ്പോൾ അത് അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ക്ലീനിങ്ങിൽ. അവരെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരത് നിരത്തിയിടാനുള്ള അവരുടെ ഒരു ടെൻഡൻസി കുറച്ചൊക്കെ കുറയുന്നതായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, അവർക്കതൊരു ഓർഗനൈസിങ്, അല്ലെങ്കിൽ ഒരു സെയിം കാറ്റഗറിയുള്ള സാധനങ്ങൾ ഒരു ബോക്സിലാക്കുക, അതൊക്കെ അവർക്കും ഒരു ഓർഗനൈസിങ് എബിലിറ്റീസ്, അതുപോലെ തന്നെ അവരുടെ ഒരു ഫോക്കസ് കൂട്ടാൻ, ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് സയൻസ് പറയണത്. അപ്പോൾ സയൻസ് പറയണതായതുകൊണ്ട് തെറ്റാൻ ചാൻസ് ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ ആരും ഗിൽട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി ടൈം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം എങ്ങനെയാണ് നല്ലൊരു ബോണ്ട് നമ്മുടെ കുട്ടികളുമായിട്ട് ക്രിയേറ്റ് ആവുന്നത്. നാളെ ഒന്നും പേടിക്കാണ്ട് നമ്മളുടെ അടുത്ത് വന്ന് പറയാൻ പാകത്തിന് നമ്മൾ അവരുടെ ഒരു ഫ്രണ്ട് ആവുക, അത്ര മാത്രമേ ഉള്ളൂ. ട്രീറ്റ് ദം ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ, നോട്ട് ലൈക്ക് യുവർ ഓൺ കിഡ്സ്. ഈ കിഡ്സ് എന്നൊക്കെ പറയണത് ഒരു സൂക്ഷിപ്പമൊത്ത നമ്മളുടെ കയ്യിൽ കിട്ടണേ. ഒരു പരിധി കഴിയുമ്പോൾ അവർ പറക്കും, അവരുടെ ചിറകുകൾ വീശി.